കൊച്ചെന്തിനിങ്ങനെ നിൽക്കുന്നു, മരിച്ചു പോയ പോലെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ഒരു പയ്യൻ എന്തോ അങ്ങനെ ഒരു കമന്റ് ഇട്ടു. അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഫീലായി. അങ്ങനെ കണ്ടപ്പോ അത് കുഞ്ഞിനെയൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കല്യാണത്തിന് ലക്കിക്കുട്ടൻ ഞങ്ങളുടെ കൂടെ വന്നു. പിന്നെ ഞങ്ങള് പുതിയ പാലിയാശ്ശേരി വീട്ടില് ഞങ്ങള് വിളക്ക് വെച്ച് കയറിയപ്പോൾ ലക്കിക്കുട്ടനെ കൊണ്ട് ഞങ്ങൾ 3 ഒരുമിച്ചാണ് കയറിയത്. അതിനൊരു കമന്റ് വന്നതെന്ന് വെച്ചാല് ഞങ്ങൾക്ക് മക്കളാകുന്നത് വരെയുള്ളൂ കൊച്ചിന്റെ അടുത്തുള്ള ഞങ്ങളുടെ സ്നേഹം, അങ്ങനെയൊക്കെ കമന്റ്. അല്ല, നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞ ഇത്രയും കാലമായിട്ട് ഞാൻ റിയാക്ട് ചെയ്യാനൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ ഫണ്ണായിട്ട് രീതിയിലും എന്ത് പറഞ്ഞാലും ഇതിൽ ഫണ്ണായിട്ട് രീതിയിൽ എന്തിനാ പ്രതികരിക്കണേ എന്ന് പറഞ്ഞ രീതിയിൽ അങ്ങനെ ഫണ്ണായിട്ട് രീതിയിൽ അങ്ങ് എടുക്കുകയുള്ളൂ. പിന്നെ കൊച്ചുള്ളവരെ പറയുമ്പോൾ മാത്രം നമുക്ക് ഭയങ്കരമായിട്ട് ഫീലാവും. അപ്പം ഞാനായിട്ട് കാണുകയാണെങ്കിൽ ചേച്ചി വിളിച്ച് ചേച്ചി ഇതെങ്ങനെയാണ്, ചേച്ചി റിയാക്ട് ചെയ്യും, ചേച്ചി മെസ്സേജ് ഇടും, ഞാനും തിരിച്ചിടുക, അങ്ങനെയൊക്കെ പറഞ്ഞ രീതിയിൽ നമ്മൾ സംസാരിക്കുള്ളൂ. അല്ലാതെ നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞ് ഇത്രയും കാലമായിട്ട് അനുവിനെ പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ റിയാക്ട് ഒന്നും ചെയ്യാൻ പോലും. ഞാൻ അനുവിനോട് പറയും, ഇവിടെ ഇങ്ങനെ തന്നെയാണ്, അവർക്ക് അറിയില്ലല്ലോ സത്യാവസ്ഥ എന്താണെന്ന്, കുഴപ്പമില്ല, ഒന്നും പറയാൻ പോകണ്ട, അങ്ങനത്തെ രീതിയിൽ നിൽക്കുള്ളൂ. പിന്നെ ഇവര് പറയുമ്പോഴാണ് നമുക്ക് ഭയങ്കര എന്താണെന്ന് പോലും ഇവർക്ക് അറിയില്ലേ. കൊച്ചു പിള്ളേർ അവരെന്താണ് അറിയുന്നത്, അവരെ പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവത്തുള്ളൂ.